നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ്, ഗോവ എന്നിങ്ങനെയുള്ള ഒട്ടനവധി സംസ്ഥാനങ്ങൾക്കൊപ്പം 2027 തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന മറ്റൊരു സംസ്ഥാനമാണ് പഞ്ചാബ്. പഞ്ചാബിനെ സംബന്ധിച്ചിടത്തോളം പഞ്ചാബിൻ്റെ ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രസക്തി എന്ന് പറഞ്ഞാൽ അവിടെ BJPക്ക് വലിയ രാഷ്ട്രീയ സ്വാധീനമില്ലാത്ത സംസ്ഥാനമാണ് എന്നതാണ്. കേരളം പോലെ തന്നെ BJPക്ക് പച്ച പിടിക്കാൻ കഴിയാത്ത ഒരു സംസ്ഥാനമാണ് പഞ്ചാബ്. കഴിഞ്ഞ കുറേ വർഷങ്ങളുടെ ചരിത്രം പരിശോധിച്ചാൽ BJPക്ക് അവിടെ ഘടകകക്ഷി ഉണ്ടായിരുന്നപ്പോൾ മാത്രമാണ് അവിടെ ഏതാനും ചില സീറ്റുകൾ BJPക്ക് ലഭിച്ചത്. ഇല്ല എങ്കിൽ കേരളത്തിലെ പോലെ തന്നെ 1-2 സീറ്റുകൾ മാത്രമാണ് പഞ്ചാബിൽ BJPക്ക് ലഭിക്കുന്നത് എന്ന് മാത്രമല്ല, പഞ്ചാബിൽ BJPക്ക് വലിയ വേരോട്ടമില്ലാത്ത രാഷ്ട്രീയ പാർട്ടിയായി മാറുക കൂടിയാണ്. ഉത്തരേന്ത്യൻ പാർട്ടി എന്നാണ് BJP അറിയപ്പെടുന്നത്. എല്ലാ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും BJPക്ക് വലിയ രാഷ്ട്രീയ സ്വാധീനമുണ്ട്. എന്നാൽ ഇപ്പോൾ ഉത്തരേന്ത്യ മാത്രമല്ല, വടക്ക് കിഴക്കൻ ഇന്ത്യ ആയിക്കോട്ടെ, തെക്കേ ഇന്ത്യ ആയിക്കോട്ടെ, കർണാടക പോലെയുള്ള തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളായിക്കോട്ടെ, ഇവിടങ്ങളിലെല്ലാം വലിയ രാഷ്ട്രീയ സ്വാധീനം സൃഷ്ടിച്ചെടുക്കാൻ BJPക്ക് സാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം രാജ്യമൊട്ടാകെ പല സംസ്ഥാനങ്ങളിലും, ത്രിപുര, ഇന്നിപ്പോൾ പശ്ചിമ ബംഗാൾ വരെ BJP കീഴടക്കിയിരിക്കുന്നു. അപ്പോഴും BJPക്ക് ഇതുവരെയും പിടികൊടുക്കാത്ത ഒരു സംസ്ഥാനമാണ് പഞ്ചാബ്. ആ പഞ്ചാബിലാണ് തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. എന്നാൽ ഇത്തവണ പഞ്ചാബിൽ ഒറ്റയ്ക്ക് മത്സരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് BJPക്ക് അനുകൂലമായ രാഷ്ട്രീയ അന്തരീക്ഷം പഞ്ചാബിലുണ്ട് എന്നാണ് കേന്ദ്ര നേതൃത്വം കണക്കിലെടുക്കുന്നത്. പഞ്ചാബ് നിയമസഭാ പ്രചരണ പരിപാടികൾ ഏകോപിപ്പിക്കുക BJP കേന്ദ്ര നേതൃത്വം തന്നെയായിരിക്കുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന സൂചന. BJPയുടെ മുൻ ദേശീയ അധ്യക്ഷനും ഇപ്പോഴത്തെ ആഭ്യന്തരമന്ത്രിയുമായ അമിത്ഷാ തന്നെയായിരിക്കും പഞ്ചാബിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുക. പഞ്ചാബിൽ ഈ അടുത്ത കാലത്താണ് BJPക്ക് അനുകൂലമായ ചില രാഷ്ട്രീയ നീക്കങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അത് ആം ആദ്മി പാർട്ടിയുടെ തകർച്ചയോടുകൂടിയാണ്. ദില്ലി നിയമസഭാ തെരഞ്ഞെടുപ്പോടുകൂടി ആം ആദ്മി പാർട്ടി പൂർണ്ണമായും തകർന്നു. ദില്ലിയിൽ ഭരണത്തിന് വെളിയിലായ ആം ആദ്മി പാർട്ടി ഭരിക്കുന്ന ഏക സംസ്ഥാനം പഞ്ചാബാണ്. ഈ അടുത്ത കാലത്താണ് പഞ്ചാബിൽ നിന്നുള്ള ഏതാണ്ട് ആം ആദ്മി പാർട്ടിയുടെ രാജ്യസഭാംഗങ്ങളടക്കം BJPയിൽ ചേർന്നത്. 10 രാജ്യസഭാംഗങ്ങൾ ഉള്ളതിൽ 7 പേരും BJPയിലേക്ക് പോയിരുന്നു. ഇത് ആം ആദ്മി പാർട്ടിയുടെ വലിയ തകർച്ചയാണ് സൂചിപ്പിച്ചത്. മാത്രമല്ല, ഈ രാജ്യസഭാ MP-മാർ മാത്രമല്ല, സംസ്ഥാനത്തെ MLA-മാരിൽ ഒരു വലിയ വിഭാഗം MLA-മാർ, 90 MLA-മാരോ മറ്റോ പഞ്ചാബിൽ ആം ആദ്മി പാർട്ടിക്കുണ്ട്. 117 സീറ്റ് ആണ് നിയമസഭയിൽ ആകെയുള്ളത്. ഇതിൽ 60 നിയമസഭാ അംഗങ്ങളും BJPയിലേക്ക് മാറാൻ സാധ്യതയുണ്ട് എന്ന തരത്തിലുള്ള വാർത്തകൾ നേരത്തെ പരന്നിരുന്നു. എന്നാൽ പിന്നീട് അത്തരത്തിലുള്ള രാഷ്ട്രീയ നീക്കങ്ങൾ പഞ്ചാബിൽ കണ്ടില്ല. അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ആ രാഷ്ട്രീയ നീക്കം ഉണ്ടാകുമെന്ന് BJP കണക്കുകൂട്ടുന്നു. അതുകൊണ്ട് തന്നെ BJP ഒറ്റയ്ക്ക് മത്സരിക്കാനാണ് പഞ്ചാബിൽ ശ്രമം നടത്തുന്നത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നേരിട്ട് തന്നെ പഞ്ചാബിലെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രചരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകും. ആം ആദ്മി പാർട്ടി MLA-മാരിൽ ഭൂരിഭാഗവും BJPയോടൊപ്പം വരികയാണെങ്കിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP അവിടെ നിർണായക ശക്തിയായി മാറുക തന്നെ ചെയ്യും. അധികാരത്തിൽ വരാൻ കഴിഞ്ഞില്ലെങ്കിലും പ്രധാന പ്രതിപക്ഷ സ്ഥാനത്തേക്കെങ്കിലും BJPക്ക് എത്താൻ സാധിക്കും. അങ്ങനെ പഞ്ചാബ് എന്ന് പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട സംസ്ഥാനം കൂടി BJP രാഷ്ട്രീയത്തിലേക്ക് വരികയാണ്. ആ രാഷ്ട്രീയ നീക്കങ്ങൾക്കാണ് BJP ഇപ്പോൾ തുടക്കമിട്ടിരിക്കുന്നത്. വലിയ രാഷ്ട്രീയ നീക്കങ്ങൾക്കൊടുവിലാണ് ബംഗാളിൻ്റെ ഭരണം BJP പിടിച്ചെടുത്തത്. ബംഗാളിൽ ചരിത്രത്തിലാദ്യമായിട്ടാണ് BJP മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റിരിക്കുന്നത്. ബംഗാളിൽ പൂർണ്ണമായും BJP കേന്ദ്ര നേതൃത്വത്തിൻ്റെ ശ്രദ്ധ തെരഞ്ഞെടുപ്പിൽ പതിഞ്ഞിരുന്നു. അതിന് തൊട്ടു പിന്നാലെ പഞ്ചാബിലാണ് ഇപ്പോൾ BJP കേന്ദ്ര നേതൃത്വം കണ്ണുവയ്ക്കുന്നത്. ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പോടുകൂടി BJPക്ക് പഞ്ചാബിൽ വൻ വേരോട്ടമുണ്ടാക്കാൻ കഴിയുമെന്ന് അമിത്ഷാ കണക്കുകൂട്ടുന്നു. അതുകൊണ്ട് തന്നെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പും അതിൻ്റെ ഒരുക്കങ്ങളും തീപാറുന്ന പോരാട്ടമായി മാറും എന്ന് ഉറപ്പായി കഴിഞ്ഞു.